നമസ്കാരം, എൻ്റെ പേര് അനുപമ. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്നത്തെ ടോപ്പിക് ഹെൽത്താണ്. പലരുടെയും തെറ്റായ ധാരണയാണ് വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോഴും ഗാർഡനിങ് ചെയ്യുമ്പോഴും തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും ഇതെല്ലാം ഒരു എക്സസൈസ് ആണെന്ന്. പക്ഷേ ഇതൊരു തെറ്റായ ധാരണയാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ഒരു പ്രോപ്പർ എക്സസൈസ് പാറ്റേൺ. ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് സ്ട്രെച്ചിങ്, പിന്നെ വാം അപ്പ്, പിന്നെ കാർഡിയോ, ബോഡി വെയ്റ്റ് ട്രെയിനിങ്, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും സ്ട്രെച്ചിങ് ആൻഡ് വാം ഡൗൺ. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ബോഡി വെയ്റ്റ് എക്സസൈസ് അതായത് സ്ക്വാട്ടിങ്, ലഞ്ചസ്, പുഷപ്പ്, പ്ലാങ്ക്സ്, ഇതെല്ലാം ഒരു ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസ് ആണ്. മിക്സപ്പ് ചെയ്ത് റുട്ടീൻ ചെയ്യുന്നതും നല്ലതാണ്, ചെയ്യാതിരിക്കുന്നതും കുഴപ്പമില്ല. കാരണം ഡിഫറെൻറ്റ് മസിൽ ഗ്രൂപ്പ്സിന് ഡിഫറെൻറ്റ് ഡേയിന് എക്സസൈസ് ചെയ്യുന്നത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തരും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ റെസിസ്റ്റൻസ് ബാൻഡ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ്, ബോൾസ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ് എല്ലാം വളരെ നല്ലതാണ്. മെയിനായിട്ട് എക്സസൈസ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ ഫോമാണ്, എക്സസൈസ് ചെയ്യുന്ന രീതി. അത് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. പതുക്കെ തന്നെ എക്സസൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഓരോ ദിവസവും നമ്മളുടെ ടൈം 30 തൊട്ട് 35 മിനിറ്റ്, 40 മിനിറ്റ്, 45, മോഡറേറ്റ് എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇതിൽ ഒന്ന് യോഗ ചെയ്യുന്നത് നല്ലതാണ്, നടക്കുന്നത് നല്ലതാണ്, സ്വിമ്മിങ് നല്ലതാണ്. അതായത് ബോഡി വെയ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതും വളരെ സ്യൂട്ടബിൾ ആണ്. ഷോർട്ട് ബ്രേക്സ്, ഇൻ്റർവെൽസ് എല്ലാ എക്സസൈസിൻ്റെ ഇടയ്ക്കും എടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും തളർച്ച കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്ക് ഷോർട്ട് ബ്രേക്സും ചെറിയ സിപ്പ് ഓഫ് വാട്ടറും എടുക്കുന്ന നല്ലതാണ്. എല്ലാ ദിവസവും നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്യുന്നതും നമ്മുടെ ഒരു കോൺഫിഡൻസിനെയും നമ്മളുടെ ഒരു ടൈമിനെയും അതെങ്ങനെ പോകുന്നു എന്നുള്ള ഒരു ഫോക്കസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഹെൽപ്ഫുൾ മെത്തേഡാണ്. പിന്നെ വാമപ്പ് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ബിഗിനേഴ്സിന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 തൊട്ട് 10 മിനിറ്റ് വരെ ലൈറ്റ് കാർഡിയോ, ജോഗിങ്, ജമ്പിങ് ജാക്സ്, ഹൈ നീസ്, ഇതെല്ലാം ലൈറ്റ് കാർഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എക്സസൈസുകളാണ്. ഇത് ചെയ്തതിന് ശേഷം മസിൽസിനെ പ്രോപ്പറായി സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പലതരം രീതികളുണ്ട്. എല്ലാ സ്ട്രെച്ചിങ് മെത്തേഡ്സും യൂട്യൂബിലും ഗൂഗിളിലും ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പഠിക്കാനും എളുപ്പമാണ്, ബിഗിനേഴ്സിനും എളുപ്പമാണ്. അതിനുശേഷം ചെയ്യാനുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സച്ച് ആസ് ബോഡി വെയ്റ്റ് ട്രെയിനിങ്, നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വാട്ടിങ്, പുഷപ്പ്, ലഞ്ചസ്, ഇതെല്ലാം സിമ്പിൾ ബോഡി വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ആണ്. പുഷപ്പ് ആദ്യമേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പല ആൾക്കാർക്കും പറ്റാറില്ല, കാരണം മസിൽസിന്റെ വീക്ക്നെസ് കാരണമാണ് പറ്റാത്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാൾ പുഷപ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാജുവലി അതിനെ പ്രോഗ്രസ് ചെയ്ത് ഫ്ലോർ പുഷപ്പിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് ഒരു കാര്യം ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ലോട്ട്സ് ഓഫ് വാട്ടർ, ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് സിപ്പ് ബൈ സിപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. ഒരു ദിവസം മിനിമം 2 to 3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വെയർ ചെയ്യാൻ ശ്രമിക്കുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വെയർ ചെയ്യാൻ നേരത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല, സ്വെറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യത്തില്ല. ഇതെല്ലാം നമ്മളുടെ ബോഡിയിലേക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് എത്തിച്ചേർത്തേക്കുന്നത്. ഗ്രാജുവലി പതുക്കെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി പതിയെ കൂട്ടിക്കൊണ്ട് വരുന്നത് വളരെ നല്ലതാണ്. സൈക്കിൾസ്, ട്രെഡ്മിൽസ്, ബൈക്സ് എല്ലാം വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് മാത്രമായിട്ട് അല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജോഗിങ്ങും ഇൻകോപ്പറേറ്റ് ചെയ്യാം. പല ആൾക്കാരും വിചാരിക്കും ജോഗിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മളുടെ മസിൽസ് ആക്ടിവേറ്റ് ആയിട്ടിരിക്കും. അങ്ങനെയല്ല, ജോഗിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ പല എക്സസൈസുകളും ഉണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിന് ഡ്രിൽസ് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു
പർട്ടിക്കുലർ എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യുകയാണ്, അത് ബോറിംഗ് ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് പാറ്റേൺ ആണ്. ബ്രീത്തിങ് പാറ്റേൺ കറക്റ്റായി അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായി ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുകയും മസിൽസിലേക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്ങും സ്ലോ എക്സലേഷനും വളരെ നല്ലതാണ്. അത് മാത്രമല്ലാതെ എല്ലാ പ്രാവശ്യവും സ്ട്രെച്ച് ചെയ്യാൻ നേരത്ത് ഇൻഹെയിൽ ചെയ്യാനും എക്സൈൽ ചെയ്യാനും ഒരിക്കലും മറക്കാതിരിക്കാൻ ശ്രമിക്കുക. പല ആൾക്കാരും ചെയ്യുന്നത് എക്സസൈസ് ചെയ്യാൻ നേരത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ നേരത്തുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര ഹാർഡായിട്ട് സ്ട്രെച്ച് ചെയ്യാതിരിക്കുക ആൻഡ് കംഫർട്ടബിൾ രീതിയിൽ ലെസ് പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. അതായത് കൂടുതൽ പവർ എടുത്ത് സ്ട്രെച്ച് ചെയ്യാൻ നേരത്തെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മസിൽസിന് ടയർ ഉണ്ടാവുകയും മസിൽസ് ഒത്തിരി ഡാമേജ് ആവാനുള്ള ചാൻസും ഇഞ്ചറി കൂടാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. കാർഡിയോ എക്സസൈസ് ചെയ്യേണ്ട രീതികൾ പലവിധമാണ്. ഒന്ന് റണ്ണിങ്, രണ്ടാമത് സൈക്ലിംഗ്, സ്വിമ്മിങ്, ഡാൻസിങ് എന്ന് പറയുമ്പോൾ സൂംബ, എറോബിക്സ് എല്ലാം നല്ലൊരു രീതിയാണ് എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ വെയ്റ്റ്സ് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചെറിയ വെയ്റ്റഡ് ആയിട്ടുള്ള എക്സസൈസ് ആയിട്ട് മാറുകയും ചെയ്യും. ഹെൽത്ത് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഹെൽത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, പ്രോപ്പറായിട്ട് ന്യൂട്രീഷനും വേണം. ന്യൂട്രീഷൻ ഫസ്റ്റ് ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം മാത്രം സപ്ലിമെന്റ്സിലേക്ക് പോവുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എവരി വൺ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.